ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ അച്ഛനെ കൊന്നവർ, നിന്റെ സന്തോഷവും സമാധാനവും ജീവിതവും ഇല്ലാതാക്കിയവർ, അവരെ ഒന്നും വെറുതെ വിടരുത്. ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ആ സേതുമാധവനും മക്കൾക്കും ആലോചിക്കാൻ പോലും കഴിയില്ല. ഇനി ഞാൻ നെല്ലിശ്ശേരിയുടെ പടി കയറുന്ന ദിവസം സേതുമാധവന്റെ മക്കളുടെ അവസാനമായിരിക്കും. ഇന്ന് പകല് മുഴുവൻ ഞാൻ സച്ചേട്ടനെ ശ്രദ്ധിക്കാം. എന്താ ഇത്ര വലിയ ആലോചന? എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കടം സച്ചേട്ടന്റെ മനസ്സിലുണ്ടോ? ഏയ്, ഒന്നുമില്ല. അല്ല, സച്ചേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറക്കുന്നുണ്ട്. എനിക്കത് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തനിക്ക് അങ്ങനെ തോന്നിയതാവും. സോറി. തന്റെ കാര്യം ഓർത്തുള്ള വിഷമം എനിക്ക്. ചില സമയത്തൊക്കെ മനുഷ്യൻ ഇങ്ങനാടോ, വല്ലാത്തൊരു വിഷമം ഫീൽ ചെയ്യും. അത് എന്താണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയൊന്നും എന്നോട് പറയണ്ട. എനിക്കറിയാം, സച്ചേട്ടന്റെ മുഖം ഒന്ന് വാടിയാ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, തന്റെ കാര്യത്തിലുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ വിഷമിക്കുന്നേ? ദൈവം ഇതുവരെ നമ്മളെ എത്തിച്ചില്ലേ? എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചും വന്നില്ലേ? ഇതിനപ്പുറം എന്താ വേണ്ട സച്ചേട്ടാ? സച്ചേട്ടാ, നമ്മുടെ കുഞ്ഞും സച്ചേട്ടനും അല്ലാതെ മറ്റൊന്നും ഇപ്പൊ എന്റെ ചിന്തയിൽ പോലുമില്ല. സച്ചേട്ടനെയും കുഞ്ഞുങ്ങളെയും ഒറ്റക്കിട്ടിട്ട് പോയേണ്ടി വരുമല്ലോ എന്നായിരുന്നു ഞാൻ പേടിച്ചത്. ഞാൻ മരിച്ചുപോയാ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് സച്ചേട്ടൻ എന്താ ചെയ്യാ? അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കുഞ്ഞിനെ ഫീഡ് ചെയ്യണം.